ദൈവനാമം മഹത്വപ്പെടട്ടെ. താല്പര്യ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ബുദ്ധനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതജനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് സ്വർഗം നരകം ക്രിസ്തീയ പ്രത്യാശ. സ്വർഗം നരകം ക്രിസ്തീയ പ്രത്യാശ. ദൈവം തൻ്റെ വിശുദ്ധന്മാരോടും മാലാഖമാരോടും കൂടി വസിക്കുന്നതും രക്ഷിക്കപ്പെടുന്നവരുടെ ആത്യന്തിക ലക്ഷ്യവുമായ സ്ഥാനം അഥവാ അവസ്ഥയാണ് സ്വർഗം എന്ന് ക്രിസ്തീയ വേദശാസ്ത്രത്തിൽ പറയുന്നു. ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലം അഥവാ അവസ്ഥയ്ക്ക് നരകമെന്ന് പറയുന്നു. നിഷ്പ്രയാസമല്ലെങ്കിലും അപ്രാപ്യമല്ലാത്ത ഒരു ഭാവി നന്മയ്ക്കും സ്വർഗരാജ്യത്തിനു വേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹവും അന്വേഷണവുമാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. ഇനി സ്വർഗം. ഷമീം എന്ന എബ്രായ പദത്തിൻ്റെ വിവർത്തനമാണ് സ്വർഗം അഥവാ ആകാശം. അക്ഷരാർത്ഥത്തിൽ ഭൂമിക്ക് മീതെ ഒരു കമാനം പോലെ വളഞ്ഞു നിൽക്കുന്ന വിധാനം എന്ന് മാത്രമാണ് അതിനെ താങ്ങി നിർത്തുന്ന അടിസ്ഥാനങ്ങളും തൂണുകളും ഉണ്ടെന്നും ശമൂവേൽ 2 ശമൂവേൽ 22:8, യോബ് 26:11 എന്നിവയിൽ പറയുന്നു. അതിൻ്റെ കിളിവാതിൽ തുറന്ന് മഴ ഭൂമിയിൽ പെയ്യുന്നുവെന്നും പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. 37:11, 28:17, സങ്കീർത്തനം 78:23. ആത്മീയ അർത്ഥത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ വാസസ്ഥലം എന്ന് മനസ്സിലാക്കാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ 3-ാം സ്വർഗമെന്നും പറയുന്നത് ഇതിനെ ഉദ്ദേശിച്ച് ആയിരിക്കാം. 2 കൊരിന്ത്യർ 12:2 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പർദീസ അഥവാ ദൈവവുമായുള്ള സംസർഗ സ്ഥാനം എന്നേ അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. 1-ാം സ്വർഗവും 2-ാം സ്വർഗവും തിരുവെഴുത്തിൽ കാണുന്നില്ല. ഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷത്തിലെ പർവ്വജാതികളുടെ വിഹായസും അതിന് മുകളിലുള്ള നക്ഷത്രജാലങ്ങളുടെ ക്രമീകരണ സ്ഥലവും യഥാക്രമം 1ഉം 2ഉം സ്വർഗങ്ങളെന്ന് പഴയ പുതിയ നിയമ ഇടക്കാല യഹൂദ വെളിപ്പാട് സാഹിത്യത്തിൽ ഉണ്ട്. കൂടാതെ 7 സ്വർഗങ്ങളെന്ന് ഇടക്കാലത്തുള്ള ഈനോക്കിൻ്റെ 2-ാം പുസ്തകത്തിൽ പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ പൗലോസ് ശ്ലീഹ 3-ാം സ്വർഗമെന്ന് ദൈവിക വാസസ്ഥലത്തെ ഉദ്ദേശിച്ച് പറഞ്ഞുവെന്നേ അർത്ഥമാക്കേണ്ടതുള്ളൂ. നാം മനസ്സിലാക്കേണ്ടത് അടുത്തത് നരകം. ഷിയോൾ എന്ന പദം പാതാളം, ശവക്കുഴി, കുഴി എന്നീ വാക്കുകളിൽ മരിച്ചുപോയവരുടെ പൊതുവായ പാർപ്പിടത്തെ ഉദ്ദേശിച്ച് പഴയ നിയമത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നു. സങ്കീർത്തനം 16:10, 30:3, യെശയ്യാ 38:10, സംഖ്യ പുസ്തകം 16:33, യോബ് 24:19, സങ്കീർത്തനം 9:17 ഇവരൊക്കെയും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയ്ക്കുള്ള സമയത്ത് മടങ്ങിപ്പോയവർ വസിക്കുന്ന സ്ഥലം ഹേഡീസ് അഥവാ പാതാളം, മരണം എന്നീ പേരുകളിൽ പുതിയ നിയമത്തിൽ പരാമർശം കാണുന്നു. പുതിയ നിയമത്തിലെ അഗ്നി നരകം എന്ന ആശയത്തിന് പഴയ നിയമത്തിലെ ബെൻ ഹിന്നോം താഴ്വരയുമായി ബന്ധമുണ്ട്. ശലോമോൻ രാജാവ് 961 മുതൽ 922 BC-യിൽ ഭരണം നടത്തിയ രാജാവ് വാർദ്ധക്യകാലത്ത് തൻ്റെ അന്യജാതി ഭാര്യമാരുടെ ഇംഗിതത്തിന് വഴങ്ങി വിഗ്രഹാരാധന നടത്തിയ കൂട്ടത്തിൽ യെരുശലേമിന് തെക്കുള്ള മലയുടെ താഴ്വരയിൽ അമ്മോന്യരുടെയും മ്ലേച്ഛ വിഗ്രഹമായ മോലക്കിനും ഒരു പൂജാഗിരി പണിതു. ഇതിന് ഹിന്നോം താഴ്വര എന്നു പേർ. ഇവിടെ മോലക്ക് ദേവന്റെ പ്രസാദത്തിനായി ശൈശവ ദഹന ബലി നടത്തിയിരുന്നു. യോശിയ രാജാവ് 640 മുതൽ 609 വരെ ഭരിച്ച രാജാവ് ഈ പൂജാഗിരി നശിപ്പിച്ചു. മൃതശരീരങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലമായി ബെൻ ഹിന്നോം താഴ്വരയെ ഉപയോഗപ്പെടുത്തി എന്ന് 2 രാജാക്കന്മാർ 23:10, 13:14 പറയുന്നുണ്ട്. ഇപ്രകാരം നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ പ്രതീകമായി ബെൻ ഹിന്നോം എന്ന അഗ്നി താഴ്വര അഗ്നി നരകത്തിന് മുൻകുറിയായി കാണുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്തത് പ്രത്യാശ.
പുതിയ നിയമത്തിൽ കൂടുതലായി കാണുന്ന ഒരാശയമാണ് പ്രത്യാശ. ശാരീരിക മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയായി പൊതുവെ മനസ്സിലാക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ ക്രിസ്തീയ പ്രത്യാശയുടെ അടിസ്ഥാനം. അതോടൊപ്പം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധവും ഈ പ്രത്യാശയ്ക്ക് ആക്കം കൂട്ടുന്നു. യഹൂദന്മാരിൽ സാധൂക്യരൊഴിച്ച് എല്ലാവരും മരിച്ചവരുടെ എഴുന്നേൽപ്പിൽ പ്രത്യാശയുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തീയ പ്രത്യാശയുടെ പൂർണ്ണത എന്ന് പറയുന്നത് നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അതിനെ പ്രാപിക്കുവാനുള്ള മനുഷ്യ പ്രയത്നം വൃഥാവാക്കുവാൻ പാടില്ല. ഉയർത്തെഴുന്നേൽപ്പിന് ദൈവ കരുണയിലുള്ള ആശ്രയമാണ് ക്രിസ്തീയ നിത്യജീവന്റെ പ്രത്യാശയിൽ പിടിച്ചു നിൽക്കുന്നത്. ദൈവീകരണത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ക്രിസ്ത്യാനി അതിൻ്റെ മുന്നാസ്വാദനം ഈ ലോകത്തിൽ വെച്ച് തന്നെ നടക്കുന്നു. അത് അതിൻ്റെ പൂർണ്ണതയെ പ്രാപിപ്പാനുള്ള അഭിവാഞ്ചയും ഉത്കടമായ ആഗ്രഹവും അവനിൽ ജനിപ്പിക്കുന്നു. എത്രമാത്രം ഈ മുന്നാസ്വാദനം സന്തോഷപ്രദമാകുന്നുവോ അത്രമാത്രം അതിൻ്റെ പൂർണ്ണതയിലുള്ള പ്രത്യാശയും തീക്ഷ്ണതയുള്ളതായിരിക്കും. മഹത്വീകരണത്തിൻ്റെ ഈ പ്രത്യാശ കേവലം വാഗ്ദത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല, പ്രത്യുത മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദിതമാണ്. ആയതിനാൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഭാഗ്യകരമായ പ്രത്യാശയായി വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു. ആത്യന്തികമായ മഹത്വീകരണത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ സന്തോഷവും പ്രതീക്ഷയും ഇതിൽ ഉൾക്കൊള്ളുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം മനസ്സിലാക്കേണ്ടത് പ്രത്യാശയോടുകൂടിയുള്ള ജീവിതമെന്ന് പറയുന്നത് സ്വർഗരാജ്യ അനുഭവമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിനായി നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും രണ്ടാമത്തെ മാമോദിസായാകുന്ന ആ കുമ്പസാരം വളരെ വിശുദ്ധിയോടുകൂടി നാം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ ആ പ്രത്യാശ നമ്മിൽ ജനിക്കത്തുള്ളൂ എന്ന് മാത്രമല്ല, നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയും ആകുകയുള്ളൂ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് സ്വർഗം എന്താണെന്നും നരകം എന്താണെന്നും ക്രിസ്തീയ പ്രത്യാശ എന്താണെന്നും നാം കൃത്യമായി മനസ്സിലാക്കി അതിന് പ്രകാരം ബാക്കിയുള്ള ജീവിതം ജീവിക്കണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.